നമസ്കാരം. എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ പവിത്ര ഉണ്ണി. നമ്മൾ കുറേ ആഴ്ചകളായിട്ട് മാനസികാരോഗ്യ സംബന്ധമായിട്ടുള്ള എക്സ്പേർട്ട് സെഷൻസ് ആണ് ചെയ്യുന്നത് തിങ്കളാഴ്ച 3 മണിക്ക്. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ADHDയും ലേണിംഗ് ഡിസബിലിറ്റിയും സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക, നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടിയായ പ്രിയ വർഗീസ് ആണ്. വെൽക്കം പ്രിയ. അപ്പോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ADHD, നമുക്ക് രണ്ടും വേറെ ആയിട്ട് സംസാരിക്കാം. ADHD എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ട്. ഇപ്പോ ഭയങ്കരമായി വികൃതിയുള്ളതാണോ ADHD, അല്ലെങ്കിൽ ഒരിടത്തും അടങ്ങിയിരിക്കാത്തതാണോ ADHD? അതൊക്കെ സാധാരണമായി കുട്ടികൾ കാണുന്ന ഒരു സ്വഭാവമായിട്ടും ആളുകൾ വിലയിരുത്താറുണ്ട്. പക്ഷെ നമ്മൾ ക്ലിനിക്കലി ADHD ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലിനിക്കൽ ഡെഫിനേഷൻ എന്താണ്? പ്രധാനമായിട്ടും 3 ഫീച്ചേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് കുട്ടി അടങ്ങിയിരിക്കുന്നില്ല, ആ പ്രായത്തിലുള്ള കുട്ടികളെക്കാളും കൂടുതലായിട്ട് ആക്റ്റീവ് ആകുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഗേറ്റിന് മുകളിൽ വലിഞ്ഞു കയറുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ അടങ്ങിയിരിക്കാതിരിക്കുക, അങ്ങനെയുള്ളൊരു സ്വഭാവം. അതുപോലെ തന്നെ ഇൻഅറ്റൻഷൻ എന്ന് പറയുന്നത്, ബാക്കി കുട്ടികളൊക്കെ ക്ലാസ്സിൽ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷേ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല, പെട്ടെന്ന് ശ്രദ്ധ വിട്ടുപോകുന്നു, ഡേ ഡ്രീം ചെയ്യുന്നു, നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ ശ്രദ്ധ വിട്ടുപോകും. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ മോനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവൻ വിളി കേൾക്കുന്നില്ല. പലപ്പോഴും പേരൻസ് വിചാരിക്കും മനഃപൂർവ്വം കുട്ടി വിളി കേൾക്കാത്തതാണ്, അനുസരണക്കേടാണെന്ന് വിചാരിക്കും. പക്ഷെ പലപ്പോഴും കുട്ടി ആ വിളി കേൾക്കുന്നില്ല, അവൻ ഏതോ ഒരു കാര്യത്തിൽ അബ്സോർബ്ഡ് ആയിട്ട് അവന്റെ കാര്യത്തിൽ എന്തോ ചിന്തിച്ചിരിക്കുകയാണ്, ഇത് അറിയുന്നില്ലാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഇമ്പൾസിവിറ്റി, എടുത്തു ചാടി പ്രവർത്തിക്കുക. ഇവർ ആലോചിക്കില്ല കോൺസിക്വൻസസിനെ പറ്റി. നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കുഴപ്പങ്ങൾ എന്താണ് എന്ന് ശ്രദ്ധിക്കും, പക്ഷെ ഈ കുട്ടികൾക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല. വളരെ സ്പീഡിൽ എടുത്തു ചാടി പ്രവർത്തിക്കുകയും പിന്നീട് അബദ്ധങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ എടുത്തുചാട്ടവും ഈ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ കൊണ്ട് ഒരുപാട് മുറിവുകൾ പറ്റുക, ഫ്രാക്ചറുകൾ പറ്റുക പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ 3 ഫീച്ചേഴ്സ് ആണ് ADHDയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കുട്ടികളിൽ നമ്മൾ ഏതൊരു പ്രായത്തിലാണ് കൂടുതലായിട്ടും തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്, അല്ലെങ്കിൽ അപ്പൊ എന്താണ് പാരന്റ്സ് ചെയ്യേണ്ടത്? ADHD ആണ് എന്ന് അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മൾ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കും, ആ ഒരു സമയത്തൊക്കെയാണ് കൂടുതൽ ഡയഗ്നോസിസും ഇതിന്റെ റെഫറൻസും ഒക്കെ വരാനായിട്ട് സാധ്യത കൂടുതൽ. കാരണം കുട്ടികൾ ക്ലാസ്സിൽ അടങ്ങിയിരിക്കണം, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതില്ലാതെ വരിക, കുട്ടി ഒട്ടും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ഓടി നടക്കുന്ന പോലുള്ള കാര്യങ്ങൾ വരുന്നു. ഇത് ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി ചെയ്താൽ നമ്മൾ അത്രയും കാര്യമാക്കില്ല. പക്ഷെ ഒരു ക്ലാസ്സിലേക്കൊക്കെ ഒരു ഫോർമൽ സ്കൂളിങ്ങിലേക്ക് പോകുന്നു, ആ കുട്ടി അടങ്ങിയിരിക്കുന്നില്ല, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അടങ്ങിയിരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇതൊരു വലിയൊരു കൺസേൺ ആയിട്ട് മാറും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പേരൻസിനും തന്നെ. അതുപോലെ പഠിത്തത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ബാക്കി ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെ ഇരുത്തുന്നത്, അപ്പോൾ അവിടെ ബാക്കി കുട്ടികളുടെ ഒപ്പം ഒന്നിച്ച് പോകാനായിട്ട് പറ്റുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പം റെഫറൽസ് വരും. അപ്പോൾ അത് നമ്മൾ എന്താണെങ്കിലും സീരിയസ് ആയിട്ട് ഒരു സ്കൂളിൽ തുടങ്ങുന്ന കുട്ടികളിലുണ്ടെങ്കിൽ നമ്മളത് ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ അവർക്ക് ക്ലാസ്സിൽ നന്നായിട്ട് അടങ്ങിയിരിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ. ADHD ഉള്ള കുട്ടികൾക്കുള്ള ഒരു ഇന്റർവെൻഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അത് നമുക്ക് പരിപൂർണമായും നമുക്ക് പരിഹരിക്കാവുന്ന ഒരു വ്യത്യാസമാണോ കുട്ടികളിലുള്ളത്, അതോ അത് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കുള്ളൂ? എങ്ങനെയാണ് അതിന്റെ ഒരു ചികിത്സ, അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്നത്? ചികിത്സയാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആണോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇതിൽ നമ്മൾ പല ബിഹേവിയർ പ്രശ്നങ്ങൾ ഓർക്കണം. അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ എടുത്തുചാട്ടമുണ്ട്. ഇതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ബിഹേവിയർ തെറപ്പി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവരുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്യുന്ന രീതിയിൽ പേരൻസിനെയും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒട്ടും അടങ്ങിയിരിക്കാതെ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അവൻ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും ഒരു ബൗണ്ടറി എന്താണെന്ന് മനസ്സിലാവില്ല. നമ്മൾ ആ കുട്ടി നല്ലൊരു ബിഹേവിയർ ചെയ്യുമ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. അവൻ കുരുത്തക്കേട് കാണിക്കുകയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു മാറ്റുകയും ചെയ്യുന്നു. ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു ടെക്നിക്കാണ്. ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ശ്രദ്ധ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള അറ്റൻഷൻ എൻഹാൻസ്മെന്റ് ട്രെയിനിങ്, അതിൽ കുറേ ടാസ്കുകളുണ്ട്. ആ ടാസ്കുകൾ കൊടുത്തിട്ടുമാണ് നമ്മൾ കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നത്. ഇത് പേരൻസിന്റെ ഒരു കോർഡിനേഷൻ വളരെ ആവശ്യമാണ്. പലപ്പോഴും ADHDക്ക് ഒരു
ചിലപ്പോൾ എന്താണ് തെറ്റിദ്ധാരണ വരാം. അഹങ്കാരമാണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ പേരൻസ് കാണുന്നുള്ളത് കൊണ്ട് അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ അവർക്ക് ഒരുപാട് പേഷ്യൻസ് ആവശ്യമാണ്. അവരുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും. അത് മനസ്സിലാക്കി പതുക്കെ നമ്മൾ മാനേജ് ചെയ്യുക. ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പം, ഇത് അഡൽഹുഡിലേക്ക് ഇത് മാറാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഈയിടെ ഫഹദ് ഫാസിലൊക്കെ പറഞ്ഞായിട്ട് നമ്മൾ കേട്ടില്ലേ ADHD എന്ന് പറഞ്ഞ അവസ്ഥയെ പറ്റി. ഇത് ചില കേസസിൽ ഈ പ്രായപൂർത്തിയായതിനു ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷവും ADHD ഉള്ള വ്യക്തികളുണ്ട്. അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്താണ് എടുത്തു ചാടി അവർ പ്രവർത്തിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് പഠിക്കാനും ഒക്കെ അവർക്ക് പറ്റുള്ളൂ. നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും, പക്ഷെ ശ്രദ്ധ കുറവുകൊണ്ട് പഠിക്കാതെയാവുന്നു. പഠിക്കാതാവുമ്പോൾ എന്താണ്, ഇവർ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ കാണിച്ചു തുടങ്ങും. ചിലപ്പോൾ ഭാവിയിൽ ലഹരി ഉപയോഗം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ വഴിതെറ്റി പോകാനായിട്ടുള്ള സാധ്യത അധികമാണ്. അപ്പോൾ അവരെ കുറച്ചും കൂടി അവരുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അഡൽട്ട് ADHD കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതൊരു സെൽഫ് ഡയഗ്നോസിസ് ആണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു അഡൽട്ട് ADHD കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ഇതുപോലെ തെറാപ്പികൾ തന്നെയാണോ ലഭ്യമായിട്ടുള്ളത്? അതിൽ കുട്ടികളുടെ ചികിത്സയുമായി എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും? നമ്മളത് ഈ അഡൽട്ട് ADHD എത്തുമ്പോഴത്തേനും അവർക്ക് തന്നെ അവയർനെസ് ഉണ്ട്, ADHD ആണ് എന്നുള്ളൊരു അവയർനെസ് ചിലപ്പം വരാം. ചിലപ്പോൾ അവരുടെ സ്പൗസ് പറയുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അത് അവർ കാര്യമാക്കി എടുക്കുകയില്ല. ഈ കുട്ടികളെ എപ്പോഴും പേരൻസ് കൊണ്ടുവന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ അഡൽട്ടിൽ അവർക്കൊരു അവയർനെസ് ഉണ്ട്. നമ്മൾ ഈ റേറ്റിംഗ് സ്കെയിൽസ് ഒക്കെ അവർക്ക് തന്നെ കൊടുക്കും. അവർ തന്നെ അത് നോക്കി ഏതൊക്കെ സിംറ്റംസ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കലായിരിക്കും ചെയ്യുക. ഇതിൽ രണ്ട് കാര്യത്തിലും, ചൈൽഡിലും അഡൽട്ടിലും ഒക്കെ ആണെങ്കിലും ഒരേപോലെ ശ്രദ്ധ കൂട്ടാനുള്ള കാര്യങ്ങൾ, ക്ഷമ കൂട്ടാനുള്ള കാര്യങ്ങൾ, എടുത്തുചാട്ടം കുറയ്ക്കാനുള്ള ആക്ടിവിറ്റീസ് ബേസ്ഡ് ആണിത്. നമ്മൾ കുറേ നാൾ ഈ ആക്ടിവിറ്റീസ് കൊടുത്ത് അവർക്ക് ക്ഷമ വരണം. അതാണ് അതിന്റെ ട്രെയിനിങ്. ഈ ADHDക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് കാരണങ്ങൾ എന്ന് പറയാൻ സാധിക്കുമോ? ഇതൊരു ജനറ്റിക് അവസ്ഥയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ സ്വാധീനം കൊണ്ടാണോ ADHD കൂടുതലായി, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കുട്ടികളിൽ കൂടുതലായിട്ട് നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്? അത് കൂടുതൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണോ, പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാർക്ക് പലപ്പോഴും സംശയമാണല്ലോ, പണ്ടത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതെന്താണ്? ഇതിൽ ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. പേരൻസിനോ അല്ലെങ്കിൽ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലോ ചെറുപ്പകാലത്തിൽ ADHD ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസും ഉണ്ട്. കാരണം എപ്പോഴും ഫോണിൽ നോക്കിയും ഈ നമ്മൾ റീൽസ് പോലുള്ള കാര്യങ്ങൾ കാണുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഇതിങ്ങനെ മാറി മാറി പോവുകയാണ്. ശ്രദ്ധ വളരെയധികം കുറവ് മതി. ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ പോലും ശ്രദ്ധ കുറവ് ഇതുകൊണ്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒരുപാടുള്ള TV എക്സ്പോഷർ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻവയോൺമെന്റിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ മാനേജ് ചെയ്ത് പോകണം. പിന്നെ പവിത്ര പറഞ്ഞ പോലെ പണ്ട് ഡയഗ്നോസിസ് കുറവായിരുന്നിരിക്കണം. ഇപ്പോൾ കുറച്ചും കൂടി ടീച്ചേഴ്സും ഒക്കെ അവെയറാണ്. അവർ റെഫർ ചെയ്യാനായിട്ട് ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പേരൻസും കുട്ടികൾ നന്നായിട്ട് പഠിക്കണം, നല്ല ക്ഷമ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഡയഗ്നോസിസ് ചെയ്യുന്നത് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പിന്നെ ADHD ചെറുപ്പത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ശ്രദ്ധക്കുറവ് മാത്രമായിട്ട് നിന്നിട്ട് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറഞ്ഞിട്ട് ശ്രദ്ധക്കുറവ് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അവിടെ ചിലപ്പോൾ കുട്ടിയുടെ പേരൻസിനും ഒക്കെ ഇതുണ്ടോ എന്നുള്ളത് പോലും ഇപ്പം ചിലപ്പോൾ തോന്നില്ല, വളരെ ശാന്തമായിട്ടിരിക്കും തോന്നും. പക്ഷേ അവർ തമ്മിൽ ചിലപ്പോൾ ഈ ശ്രദ്ധക്കുറവുണ്ടെന്നുള്ള റീസണിൽ ഈ പേരൻസ് തമ്മിൽ ചിലപ്പോൾ വഴക്കുണ്ടായിരിക്കാം. ഇപ്പോൾ ADHD ചികിത്സ അല്ലെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റിന് ഏതൊരു പ്രായത്തിലായിരിക്കണം അതിന്റെ ഇടപെടൽ തുടങ്ങേണ്ടതെന്നാണ് തോന്നുന്നത്? സ്കൂളിലേക്ക് പോകുന്ന പ്രായത്തിലാണോ, അതോ ചിലപ്പോൾ ചില കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ഇത്തരത്തിലുള്ള വാശികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും? ആ സമയത്ത് തന്നെ നമ്മൾ ഇടപെടൽ നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. എപ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ഒരു സാധാരണ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇത്. കാരണം ഒരു 12 വയസ്സിനൊക്കെ ശേഷം പലപ്പോഴും കുട്ടികളെ ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ അവർ വളരെ നമ്മളോട് ഒരു കോപ്പറേറ്റീവ് അല്ലാത്തൊരവസ്ഥ, ചിലപ്പോൾ റിബല്യസ് ആയിട്ട് പോലും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോയൊരവസ്ഥ ഉണ്ടാവും. അവർ ഈ ട്രീറ്റ്മെന്റിന് വരാനായിട്ട് അധികം തയ്യാറാവില്ല. ഫോളോ അപ്സിന് നമ്മൾ എത്ര വിളിച്ചാലും ചിലപ്പോൾ വരാൻ തയ്യാറാവില്ല. പക്ഷെ കൊച്ചു കുട്ടികളെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കത് ഈസിലി ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ADHD കുറിച്ച് ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്നാണ് പ്രിയക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ ക്ലയൻസ് ഒക്കെ വരുമ്പോ അവര് പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാം. ഇപ്പൊ കുട്ടികൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുമ്പോൾ അത് എന്തെങ്കിലും ബാധകേറിയതാണെന്നോ അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെ കാണാറുണ്ടോ? എങ്ങനെയാണ് ആൾക്കാരുടെ ഇടയിലുള്ള ഒരു അവയർനെസ്? അതോ
ഇതിനെക്കുറിച്ച് അത്രയധികം അവെയർ അല്ല ഒരു കേരളത്തിലെ സമൂഹം എന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് ശതമാനം ആൾക്കാർ അവെയർ തന്നെയാണ്. പഴയ കാലത്തെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവെയർ ആണ്. കുറേ പേരൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമല്ല. കാരണം സൈക്കോളജിസ്റ്റിനെ കാണിക്കണം, ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇതെന്തോ മാനസിക രോഗമായിട്ട് ഇത് കരുതുമോ, കുട്ടിക്ക് ഭാവിയിൽ ഇതൊരു വലിയ ട്രോമയാകുമോ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഡിലേ ചെയ്യുന്നവരുണ്ട്, അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. പക്ഷെ ഇത് സത്യത്തിൽ സൊസൈറ്റി മുഴുവനും മാറണം. ഇത് ഇത് ഒരാളെ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സൈക്കോളജിസ്റ്റ് ആണ് അത് ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ ഒരാളുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് തെറ്റില്ല എന്നുള്ളത് നമ്മൾ സമൂഹം മൊത്തത്തിൽ മനസ്സിലാക്കണം. നമ്മൾ ട്യൂഷന് പോകുന്നത് നമ്മൾ തെറ്റായിട്ട് കാണുന്നില്ല. അപ്പൊ അതുപോലെ നമുക്ക് ഇതിനെയും കൺസിഡർ ചെയ്യാം. പിന്നെ ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഈ കുട്ടിക്ക് ബുദ്ധിയില്ലേ എന്നുള്ളതായിരിക്കും മിക്കവർക്കും ഉള്ള തെറ്റിദ്ധാരണ. ഇവൻ ബുദ്ധിയില്ല, ഇവന് കഴിവില്ല, ഇവൻ എടുത്തു ചാടി നടക്കുകയാണ്. ശരിക്കും ഈ കുട്ടികൾക്ക് ആവറേജിന് അധികം എബോവ് ആവറേജ് ബുദ്ധിയുള്ളവരായിരിക്കും മിക്കവരും. എന്നാൽ ഇവരുടെ ബിഹേവിയർ കൊണ്ട് അവരെങ്ങും എത്താതെ പോകുന്ന ഒരു അവസ്ഥയും സംഭവിക്കാറുണ്ട്. പേരൻസും ലേബൽ ചെയ്യും ഇവന് കഴിവില്ല എന്ന് പറഞ്ഞ്. പിന്നീട് ഒരു കാലത്തായിരിക്കും അയാളുടെ ക്വാളിറ്റിയെ പറ്റി ആൾക്കാർ ചിലപ്പോൾ തിരിച്ചറിയുന്നത്. മനസ്സിലാക്കിയിരുന്നു. ഷിജു ജോബ് ചോദിക്കുന്നു, ADHD പ്രായം കൂടുന്തോറും മൈൽഡ് ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇത് ഈ അറ്റൻഷൻ പ്രോബ്ലം അവിടെ നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അതെന്തായാലും കാണും. പിന്നെ ചിലരിൽ ഇത് മൈൽഡായിട്ടല്ല, ചിലപ്പോൾ അവരുടെ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം പോലെ ഭാവിയിലോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഭയങ്കര എടുത്തുചാട്ടമുള്ള ആളുകളാകുക, ഒട്ടും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, ചിലപ്പോൾ തല്ലിലേക്കും വഴക്കിലേക്കും ഒക്കെ പോകുന്ന രീതിയിലേക്ക് ചിലപ്പോൾ ഈ കോണ്ടാക്ട് ഡിസോർഡർ പോലെയൊക്കെ സ്വഭാവത്തിലെ കുറച്ച് പ്രശ്നങ്ങളായിട്ടൊക്കെ ചിലപ്പോൾ ഭാവി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അത് ഈസിലി മാറുന്ന ഒരു കാര്യമല്ല അത്. ഈ ADHDക്ക് എന്തെങ്കിലും ജെൻഡർ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുമോ? കൂടുതലും ആൺകുട്ടികളാണോ ADHD കാണുന്നത്? പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര വികൃതിയായ കുട്ടി എന്ന് പറയുന്നത് പലപ്പോഴും ആൺകുട്ടികളായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ പലയിടത്തും വലിഞ്ഞു കയറുന്നു എന്നുള്ളതൊക്കെ പെൺകുട്ടികളും കാണുമെങ്കിലും പ്രിയ കാണുന്ന ഒരു ക്ലൈന്റ് ബേസ് വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ടും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് ഏത് ജെൻഡറിലുള്ള കുട്ടികളാണ്? ഇത് ആൺകുട്ടികൾക്ക് തന്നെയാണ്. ഈ ADHD അതുപോലെ പഠന വൈകല്യം പോലുള്ളത് കൂടുതലും ആൺകുട്ടികളിലായിരിക്കും. പെൺകുട്ടികളിലും ഉണ്ട്. ഇതേപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പക്ഷെ നമ്പർ കുറച്ചുകൂടി കുറവായിരിക്കും. നമുക്ക് അടുത്ത വിഷയം എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ആണ്. പലപ്പോഴും എന്താ പറയാ, മണ്ടനാണെന്നോ മണ്ടിയാണെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കുട്ടികളാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത്. എങ്ങനെയാണ് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ വ്യത്യസ്ത അവസ്ഥകൾ എന്തൊക്കെയാണ്? ഈ ലേണിംഗ് ഡിസബിലിറ്റിയും ബുദ്ധി കുറവിനെയും നമ്മൾ എന്താണെന്നുള്ളത് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഈ നോർമൽ ബുദ്ധിയുള്ള ഒരാൾക്ക് നമ്മളൊരു IQ ചെയ്യുകയാണെങ്കിൽ 90യുടെ മേളിൽ 90ന് മേളിലൊരു സ്കോർ കിട്ടും. അതാണ് നോർമൽ ബുദ്ധിശക്തിയുള്ള ഒരാൾ. അതേസമയം ഇതിന് താഴെയാണ്, 70ന് താഴെയാണെന്ന് വിചാരിക്കുക. 70ന് താഴെ സ്കോറുള്ള ഒരു കുട്ടി നമ്മൾ എന്താണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നൊക്കെ പറയത്തില്ലേ, ബുദ്ധി ആവറേജിൽ നിന്ന് നോർമലിൽ നിന്ന് താഴെയുള്ള കുട്ടികളാണ്. ഇത് വേറൊരു കാറ്റഗറിയാണ്. ഇവരെയാണ് നമ്മൾ സ്പെഷ്യൽ സ്കൂളിലൊക്കെ വിട്ട് കുറച്ചും കൂടി ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവർക്ക് നോർമൽ ബുദ്ധിയോ നോർമലിനേക്കാളും ഉയരത്തിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ബുദ്ധി ഉണ്ടായിരിക്കും. ക്ലാസ്സിലുള്ള ബാക്കിയുള്ള എല്ലാ കുട്ടികളെക്കാളും നല്ല ബുദ്ധി ഉണ്ടായിരിക്കും. പക്ഷേ എഴുതുക, വായിക്കുക, സ്പെല്ലിങ്, കണക്ക് ചെയ്യുക പോലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അതിൽ വളരെ പിന്നോട്ടായിരിക്കും. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. പക്ഷെ മാർക്ക് കുറവാണ്. കാരണം കുട്ടിക്ക് എല്ലാത്തിനെയും പറ്റി അറിയാം, പക്ഷെ കുട്ടിക്ക് എഴുതാനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ സ്പെല്ലിങ് ശരിയായിട്ട് എഴുതാൻ അറിയില്ല. അപ്പോൾ പിന്നെ അവന് ബുദ്ധി ഇല്ല എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് അവനെ ഒറ്റപ്പെടുത്താനുള്ള ടെൻഡൻസി ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കണം. അസസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരുപാട് പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് കുട്ടികളെ അങ്ങനെ മുൻപത്തെ കാലത്തെ പോലെ അല്ല. ഇപ്പോൾ ആൾക്കാരും ടീച്ചേഴ്സും എല്ലാം സൊസൈറ്റിയൊക്കെ തന്നെ കുറേ അവെയറാണ്. കുറേ പ്രൊവിഷൻസ് ഉണ്ട്. അവർക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴത്തെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെ സ്ക്രൈബായിട്ട് വെച്ചിട്ട് ഈ കുട്ടി പഠിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, ആ കുട്ടി പരീക്ഷ എഴുതി കൊടുക്കും. അതുപോലെ സമയം കുറച്ച് കൂടുതൽ കൊടുക്കും. അങ്ങനെയുള്ള ഇപ്പോൾ മാത്സ് ഒക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് ഇപ്പോൾ. നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പാരന്റ്സ് എങ്ങനെയാണത് തിരിച്ചറിയുന്നത്? പലപ്പോഴും ഈ മിറർ റൈറ്റിംഗ് ഒക്കെ പലരും ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടൊക്കെ
കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ മിറർ റൈറ്റിംഗ് തല തിരിച്ചെഴുതുന്ന പോലെ കാണാനായിട്ട് പറ്റും. ഈ മാത്സ് ഒക്കെ എത്ര പഠിപ്പിച്ചാലും കുട്ടിക്ക് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല പോലത്തെ ഒരു അവസ്ഥ. അതേസമയം ബാക്കിയുള്ള വിഷയങ്ങളിൽ നല്ല മിടുക്കനായിരിക്കും. ആ ഒരു ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന മാത്സിൽ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ കുട്ടിക്ക് മാത്സ് മാത്രമാണ് ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം എളുപ്പമായിരിക്കും. പിന്നെ വായിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് കേട്ട് കുട്ടി മനസ്സിലാക്കുന്നു. പക്ഷെ ഇവനെന്താ എഴുതാൻ പറ്റാത്തെ? ഇതൊരു ഭയങ്കര സർപ്രൈസ് പോലെ തോന്നും. ഇതെന്താ ഇങ്ങനെ? ഒരു കാര്യം നന്നായിട്ട് അറിയുകയും മറ്റൊരു കാര്യത്തിൽ വളരെ പുവറായിട്ടുള്ള ഒരു പെർഫോമൻസ് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ കൈയൊക്കെ നമ്മൾ പെൻസിൽ പിടിച്ച് എഴുതുമ്പോൾ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിൽ കൈ പിടിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി സ്ലോ ആകുക. ഒരുപാട് സമയം എടുത്തിട്ടാണ് എഴുതി വരുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള കാര്യം സ്പെല്ലിങ്ങുകൾ അറിയാതിരിക്കുക. പിന്നെ നമ്മൾ ഈ അക്ഷരങ്ങളുടെ സൗണ്ടുകളുണ്ടല്ലോ, ഇപ്പം എ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ സൗണ്ട് ആ എന്ന് പറയുന്നതാണ്, ഇ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ സൗണ്ട് എ എന്ന് പറയുന്നതാണ്. അപ്പം ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോലും അറിയാതെ ഫോണറ്റിക്സിനെ പറ്റിയൊന്നും വലിയൊരു കാര്യമായിട്ട് ഇവർക്ക് അറിവുണ്ടാവില്ല. ഇത് എത്ര പഠിപ്പിച്ചാലും അവർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് പോലത്തെ ഒരു അവസ്ഥ. എന്നാൽ അവരുടെ ബുദ്ധിയും അവരുടെ പെർഫോമൻസും തമ്മിൽ വലിയൊരു ഡിസ്ക്രിപ്പൻസി, ഇത് രണ്ടും ചേരാത്ത പോലത്തെ ഒരു അവസ്ഥയും കാണുക. സമീർ ഹസൻ ചോദിക്കുന്നു, സ്കൂൾ ലെവലിൽ ഒരു സൈക്കോളജി ഡോക്ടറെ ഈ കാലത്ത് നിയമിക്കണ്ടേ? അത് കൂടുതൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമാകില്ല. എന്താണ് ഒരു സ്കൂളുകളുടെ ഒരു അവസ്ഥ? കൗൺസിലർമാർ പല സ്കൂളുകളിലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതല്ലാതെ ഇപ്പൊ ഒരു ലേണിംഗ് ഡിസബിലിറ്റിയോ ADHD ഒക്കെ തിരിച്ചറിയാൻ എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകൾ സ്കൂളുകളിൽ ഉണ്ടോ? എന്താണ് ഒരു അവസ്ഥ? സ്കൂൾ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. അവരാണ് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഇവരെ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു അസസ്മെന്റ് നടത്താനായിട്ട്. അതായത് IQ ടെസ്റ്റ് നടത്തണം. അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെന്റ് നടത്തണം. അത് മിക്കപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ വിട്ടിട്ട് നമുക്കൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ കൗൺസിലേഴ്സിനാണ്. അവരത് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളുകളിലൊക്കെ ഈ സ്പെഷ്യൽ ട്രെയിനിങ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ എല്ലാ സ്കൂളിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പിന്നെ ഈ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് പേരൻസും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്കേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിനെ കുട്ടിയെ മോശമാക്കുന്ന പോലെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം വരരുത്. അവരെ കുറച്ചും കൂടെ അവെയർ ആക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ചില സ്കൂളുകളിലൊക്കെ എഫക്റ്റീവായിട്ട് അത് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എത്ര പോസ്റ്റ് വേണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചിലപ്പോൾ കുറച്ചും കൂടി നമ്പർ ഓഫ് എഡ്യൂക്കേറ്റേഴ്സിനെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ ഒക്കെ നമ്മൾ വെക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരും. ഇപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കുട്ടികളെ സാധാരണ ക്ലാസ്സിനോടനുബന്ധിച്ച് തന്നെ ആയിരിക്കുമല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെ വേറെ ഒരു ലെവലിലായിരിക്കണം പഠിപ്പിക്കേണ്ടി വരുന്നത്. ഒരേ ടീച്ചർ തന്നെ രണ്ട് തരത്തിലുള്ള കുട്ടികളെയും രണ്ട് തരത്തിൽ പഠിപ്പിക്കേണ്ടി വരും. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതോ ഇവരെ ഒരേ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് തന്നെ എക്സ്ട്രാ കോച്ചിങ് കൊടുക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പരിഹരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ രീതി വെച്ചിട്ട് സ്കൂളിൽ സാധാരണ കുട്ടികളുടെ കൂടെ തന്നെ അവർ ഇരുത്തണം. കാരണം അവർക്ക് ബുദ്ധിക്ക് പ്രശ്നമൊന്നുമില്ല. സാധാരണ കുട്ടികളെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ കുറച്ച് അധികം സമയം നമ്മൾ അനുവദിക്കേണ്ടതായിട്ട് വരും. അതുപോലെ സ്പെല്ലിങ് ബുദ്ധിമുട്ടാണെങ്കിൽ ചില സ്പെല്ലിങ്ങുകൾ നമ്മൾ വലിയ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അവന് കാര്യം മനസ്സിലാകുമ്പോൾ നമ്മൾ മാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ട്രെയിനിങ്, ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ട്രെയിനിങ് മേ ബി ആഴ്ച ഒരിക്കലോ 2 ദിവസമോ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനുശേഷം കുട്ടി ആ ഒരു രീതി ഉപയോഗിച്ച് സ്പെല്ലിങ്ങുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, റീഡ് ചെയ്യാൻ ശ്രമിക്കുക പോലുള്ളത് വീട്ടിൽ പോയി ചെയ്യുന്നത് ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു പ്രേക്ഷക എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ADHD അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയവയ്ക്ക് മരുന്ന് ചികിത്സ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിനുണ്ടോ, അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ, എങ്കിൽ ഏത് പ്രായത്തിൽ തൊട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ട്രെയിനിങ് ആണ് ഇതിന് രണ്ടിനും ഉള്ളത്. പിന്നെ ചില സാഹചര്യത്തിൽ ADHD-യിൽ ഒട്ടും കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്കോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കോ റെഫർ ചെയ്തിട്ട് മരുന്ന് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ട്രെയിനിങ് തന്നെയാണ്. എല്ലാ കേസിലും നമുക്ക് മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരില്ല. വളരെ കുറച്ച് കേസുകളിലായിരിക്കും. ADHD സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. കുട്ടിയെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ മരുന്ന് ചികിത്സയാണോ ബെറ്റർ എന്നാണ് ചോദിക്കുന്നത്. അത്തരം മരുന്നുകൾ കൊടുക്കാറുണ്ട് അല്ലേ? മരുന്നുകൾ വളരെ ചെറിയ കേസുകളിൽ മാത്രം ശ്രദ്ധ തീരെ കിട്ടാതെ വരുമ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷേ അവർക്ക് അപ്പോൾ മരുന്ന് മാത്രം കൊടുത്താൽ അത് മാറില്ല. ട്രെയിനിങ് എന്ന് പറയുന്നത് അവർക്ക് നെസസറി ആണ്. അതും രണ്ടും കൂടെ ഒരുമിച്ച് പോകേണ്ടതായിട്ട് വരും. പിന്നെ ADHD വന്നാൽ ഉടനെ മരുന്ന് കൊടുക്കണമെന്നില്ല.
അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഒരിക്കലും മരുന്ന് കൊടുക്കാനായിട്ട് ഒരിക്കലും അങ്ങനെ സാഹചര്യങ്ങളില്ല. അപ്പം കുട്ടിയുടെ ഏജും പെർഫോമൻസും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് മരുന്ന് വേണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ ADHD അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയവയുള്ള കുട്ടികളുടെ പാരന്റ്സിന്റെ മാനസിക സമ്മർദ്ദവും ഒരു വലിയ വിഷയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവർക്ക് എങ്ങനെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി കാമായിട്ടിരിക്കാൻ പറ്റും? ഇതൊരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് എന്നുള്ള ലെവലിലേക്ക് അവരെ ചിന്തിച്ചു കൂട്ടേണ്ടതുണ്ടോ? എങ്ങനെയാണ് അവർക്ക് കുറച്ചുകൂടി സെയിൻ ആയിട്ട് ഇരിക്കാൻ പറ്റുക തോന്നുന്നത്? അല്ല, നമ്മൾ ഇങ്ങനെ ഒരു ഡയഗ്നോസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ വെക്കണം. നമ്മൾ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ടെൻഷനിലാവുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പിന്നെ ടീച്ചേഴ്സും പേരൻസും കൂടെ ചേർന്നുള്ള ഒരു ജേണിയാണ് ഈ കുട്ടികളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും സപ്പോർട്ടീവായിട്ട്, അതുപോലെ വീട്ടിൽ പേരൻസും ചെയ്യേണ്ടതായിട്ട് വരും, കൂട്ടത്തിൽ ട്രെയിനിങ്ങും പോകുന്നു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെ പോലെ കുട്ടി പെർഫോം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ട്രെയിനിങ്ങിലൂടെ സാവധാനം കുറച്ച് മാസങ്ങളെടുക്കും കുട്ടി ഇമ്പ്രൂവ് ആയി വരാൻ. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക. ഇവന് എന്തെങ്കിലും പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൊടുക്കുക എന്നുള്ള രീതിയിലാണത് ചെയ്യേണ്ടത്. ഇപ്പൊ ADHD ഉള്ള കുട്ടികളുടെ ഒരു പാരന്റ്സ് പലരും ശിക്ഷയിലൂടെ ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഭയങ്കരമായി അടിക്കുകയും അത്തരത്തിലുള്ള ഡിസിപ്ലിനിങ് ചെയ്തിട്ട് കുട്ടി പറയുന്നത് പോലെ കേൾക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ADHDക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് പ്രത്യേകിച്ച് ഒരു ഇന്റർവെൻഷൻ ചെയ്യുന്നില്ല, പകരം കുട്ടിയെ മെരുക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള ശിക്ഷണ രീതികളൊക്കെ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും? എങ്ങനെയാണ് പാരന്റ്സ് ഈ ഒരു രീതി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ എന്താണ് തോന്നുന്നത്? നമ്മൾ അടിക്കുന്നതിലൂടെ കുട്ടി നല്ലൊരു ബിഹേവിയർ പഠിക്കുന്നില്ല. ചിലപ്പോൾ കുറച്ചു നേരം ശാന്തമായിട്ട് ഇരിക്കുമായിരിക്കും, പക്ഷെ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ബിഹേവിയർ ഒന്നും, എന്താ നല്ല ബിഹേവിയർ ഒന്നും പഠിക്കുന്നില്ല. പിന്നെ ഈ കുട്ടി പലപ്പോഴും ഇന്റൻഷനലി പ്ലാൻ ചെയ്ത് ഇവൻ ചെയ്യുന്നതല്ല ഇതൊന്നും. ഓട്ടോമാറ്റിക്കലി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇവന്റെ ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത്. അവൻ അതിനെ പറ്റി ഒരു അവയർനെസ് ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ പേരൻസ് ഇതിൽ ഇടപെടുമ്പോൾ നമുക്ക് കുറേ ഇമോഷൻസും എക്സ്പെക്ടേഷനും ഒക്കെ വന്നിട്ട് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ട്രെയിനിങ് കൊടുക്കലാണ് വേറൊരാൾ, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും നമുക്കൊരു കുറച്ചുകൂടി ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നത്. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് അടിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഈ ADHD ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെയുള്ള കുട്ടികൾക്ക് ലോ സെൽഫ് എസ്റ്റീം വരാനായിട്ട് സാധ്യത വളരെ ഹൈ ആണ്. അവർക്ക് സ്വന്തം ഒരു ആത്മവിശ്വാസം ഇല്ലാതിരിക്കുക, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തയിലേക്ക് മാറുകയും ഭാവിയിൽ ഇവർ കുറച്ച് ഡിപ്രസ്ഡ് ആയി പോകാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുത്തിട്ട് അവരെ ആ രീതിയിൽ വീട്ടിൽ നോക്കുന്നതായിരിക്കും നല്ലത്. സൗമ്യ സുരേന്ദ്രൻ ചോദിക്കുന്നു, നന്നായി കളിക്കാൻ, അതായത് ശരീരം വിയർക്കും വരെ അവസരം കൊടുത്താൽ കുട്ടികളുടെ ADHD കുറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിയുടെ ശ്രദ്ധ മാറ്റാം. ഇപ്പൊ വെറുതെ ഇപ്പം പിരിപിരിപ്പ് കാണിക്കുന്നു, ഹൈപ്പർ ആക്ടിവിറ്റി കാണിച്ച് സാധനങ്ങൾ നശിപ്പിക്കുന്നു, അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിക്കൊക്കെ വിടുമ്പോൾ അവന് ഒരുപാട് എനർജി ഉണ്ട്. സാധാരണ ADHD ഇല്ലാത്തൊരു കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എനർജി ഉണ്ട്. അതിന് നല്ല രീതിയിൽ നമുക്ക് ചാനലൈസ് ചെയ്ത് വിടാൻ പറ്റുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് ആ കുട്ടിക്ക് മാറാനായിട്ട് സാധിക്കുന്നത്. ഉറപ്പായിട്ടും ഇത് വളരെ എഫക്റ്റീവ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം ഓഫ് കറക്ഷൻ സംഭവിക്കുന്നത്? എത്ര സമയം കൊണ്ട് കുട്ടിക്ക് മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര വർഷം വേണ്ടി വരും കുട്ടിയുടെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി കുറച്ചുകൂടി ഒരു നോർമൽ ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ? എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നത്? ഇത് കുറച്ച് മാസങ്ങളുടെ ട്രെയിനിങ് എന്താണെങ്കിലും ഇതിന് ആവശ്യമാണ്. ഇപ്പോൾ കുട്ടി ചിലപ്പം വരുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ 1ാം ക്ലാസ്സിലെ ലെവലിലായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ അറിയുള്ളൂ. അതായത് ബുദ്ധിയല്ല, അവന് എഴുതാനോ സ്പെല്ലിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ അതിനടുത്ത ലെവലിൽ തൊട്ടുള്ളത് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങണം. അതാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് മാസങ്ങളെടുക്കും. പിന്നെ പലപ്പോഴും ഇത് കണ്ടിന്യൂസ് ട്രെയിനിങ് വരാതിരിക്കുക പോലുള്ള കാര്യങ്ങളിൽ എഫക്റ്റീവ് ആകില്ല ഈ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നല്ലൊരു ശതമാനം പേരൻസും വീട്ടിൽ പോയിട്ട് അതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ ഈ കുട്ടിക്ക് നല്ല എഫക്റ്റീവ്നെസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പ്രൊവിഷൻസും കൂടെ ഈ കുട്ടിക്ക് കൊടുക്കുക. ആ കുട്ടിക്ക് കുറച്ചധികം സമയം ബാക്കിയുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേണം. അപ്പോൾ അത്ര സ്പീഡിലല്ല, കുറച്ച് എക്സ്ട്രാ സമയം കൊടുത്ത് നമ്മൾ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പ്രൊവിഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ മാത്സിന് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് അവന് എളുപ്പമുള്ള രീതിയിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് മാത്സിന് ചിലപ്പോൾ കഴിവില്ലായിരിക്കും, പക്ഷേ ബാക്കി വളരെ കഴിവുകൾ പല പല കാര്യങ്ങളിലുള്ളൊരു കുട്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ അവൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതായിട്ട് ആവശ്യമില്ല.
ഇത് വലിയൊരു ടെൻഷനാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴേ ലൈഫിൽ സക്സസ്ഫുൾ ആയ പല ആളുകൾക്കും ADHD അല്ലെങ്കിൽ ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കാര്യം എടുത്താൽ വരെയുണ്ട്. അതുപോലെ ADHD പോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ വലിയ ബിസിനസ്സുകാരുടെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും ചിലപ്പോൾ സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതാൻ അറിയില്ലെന്ന് പറയും. പക്ഷേ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ നല്ല മിടുക്കരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ADHD ഉള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പാരൻസ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ഒരു ഡെയിലി റുട്ടീനിൽ എന്തൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം എന്നാണ്? പ്രത്യേകിച്ച് ഇപ്പൊ സ്ക്രീൻ ഉപയോഗം വളരെ കൂടിയിരിക്കുന്നത് കൊണ്ട് അതിലൊക്കെ എങ്ങനെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്? ഇത് ടൈം നമ്മൾ നേരത്തെ നിശ്ചയിച്ച് കുട്ടിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഈ ടൈം ടേബിൾ ഇങ്ങനെയാണ്, ഇതിനുശേഷം ഇതാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ടൈം ടേബിൾ പോലെ ശീലമാക്കി നമ്മൾ കൊണ്ടുവരണം. അതിന് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരേപോലെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിൽക്കണം. പലപ്പോഴും ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരാൾ ഫോൺ കൊടുക്കില്ല, മറ്റേ ആൾ ഫോൺ കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിയുമ്പോൾ അവൻ്റെ ആ ഒരു റുട്ടീനൊരു പ്രശ്നം വരുന്നുണ്ട്. ചിലപ്പോൾ ഇതിനെ ചൊല്ലി കുട്ടിയുടെ ബിഹേവിയറിനെ ചൊല്ലി വീട്ടിൽ വലിയ പ്രശ്നമാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് ചെയ്യിപ്പിക്കണം. റിവാർഡ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കണം. കുട്ടി നല്ല കാര്യം ചെയ്യുമ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കുകയും അവൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴേ കുട്ടിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. അത് ചെറുപ്പത്തിലേ തുടങ്ങണം. നമ്മളിപ്പോൾ ഒരു 15 വയസ്സായ ഒരു കുട്ടിയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടഫാണിത്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തുടങ്ങിയാൽ അത്രയും നല്ലതാണിത്. ഈ കുട്ടികളെ പലപ്പോഴും പുറത്തു കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാരന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹ വീട്ടിൽ കൊണ്ടുപോകുന്നു, എന്തെങ്കിലും ഒരു പബ്ലിക് ഫംഗ്ഷന് കൊണ്ടുപോകുന്നു, ഇവിടെ ഒന്നും ഇവരെ അടക്കിയിരുത്താൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാരന്റ്സ് ഉണ്ട്. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് അവരെ ഏത് തരത്തിൽ പലപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ കൊടുത്തിട്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പബ്ലിക് സ്ഥലങ്ങളിൽ കുട്ടികളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ടാക്ടിക്സ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത് പാരന്റ്സിന്? ഇപ്പം നേരത്തെ കൂട്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ പെട്ടെന്ന് ഈ കുട്ടിയുടെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. പ്രത്യേകിച്ചും എടുത്തിയാട്ടമുള്ളവരാണ്. അവരപ്പം മനസ്സിൽ വരുന്നത് പറഞ്ഞെന്നും പ്രവർത്തിച്ചെന്നും ഇരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ എങ്ങനെയായിരിക്കണം ബിഹേവിയർ, അങ്ങനെ അല്ലെങ്കിൽ വരുന്ന കോൺസിക്വൻസിനെ പറ്റി ട്രെയിൻ ചെയ്ത് പല പല സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ ഈ റിവാർഡ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ടോക്കൺ സിസ്റ്റം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം റിവാർഡിനായിട്ട്. ഉദാഹരണത്തിന് ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ മിടുക്കനായിട്ട് നല്ല കുട്ടിയായിട്ടിരുന്നു, അപ്പോൾ നമ്മളൊരു ടോക്കൺ കൊടുക്കുന്നു. അങ്ങനെ പല ടോക്കണുകളാകുമ്പോൾ അവന് ഇഷ്ടമുള്ളൊരു ടോയ് മേടിക്കാം. ചിലപ്പോൾ ഒരു ടോക്കൺ എന്ന് പറഞ്ഞാൽ 1 രൂപയായിരിക്കും. അപ്പോൾ ഒരു 50 ടോക്കൺ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 10 ടോക്കൺ ആകുമ്പോഴേക്കും അവനൊരു ചോക്ലേറ്റ് മേടിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ പേരൻസ് ഇത് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അവർ എക്സ്പെക്ട് ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന്. നമ്മൾ ഒത്തിരി എക്സ്പെക്ടേഷനോടുകൂടി വളരെ കൃത്യമായി അവിടെ പെരുമാറണം എന്ന് നമ്മൾ വിചാരിക്കരുത്. കുറച്ച് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാനും കൂടെ പേരൻസ് രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഇഗ്നോർ ചെയ്യാനും നമ്മൾ റെഡി ആണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ തീരുമാനങ്ങളായിരിക്കില്ല പലപ്പോഴും ഒരു കുട്ടിയെ സംബന്ധിച്ച്. ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു തീരുമാനമാണെങ്കിൽ ഭർത്താവിന് വേറെ തീരുമാനമായിരിക്കും, ഭർത്താവിന് വേറെ തീരുമാനമായിരിക്കും, ഭാര്യയ്ക്ക് വേറെ തീരുമാനമായിരിക്കും, ഇൻലോസിന് വേറെ തീരുമാനമായിരിക്കും. ഇത്തരത്തിൽ പലതരത്തിലുള്ള ഒരു ഡൈനാമിക്സ് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ ഒരു പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അതില് പാരന്റ്സിന് അപ്പുറത്തുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നാണ് പ്രിയക്ക് തോന്നുന്നത് വരുന്ന പല കേസുകൾ നോക്കുമ്പോൾ? ഗ്രാൻഡ് പാരൻസിന്റെ കാര്യം അവർ നോക്കുന്ന പല കുട്ടികളും ഉണ്ട്. അതിലെന്താ പറ്റുന്നത്, അവരുടെ ആരോഗ്യസ്ഥിതിയും അത്രയും പ്രശ്നത്തിലുള്ളതാണ്. അവർക്ക് ഓടിച്ചാടി പെട്ടെന്ന് പോയി കുട്ടീനെ നോക്കാനോ ബൗണ്ടറി സെറ്റ് ചെയ്യാനോ ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നോ പറയാനോ ഒക്കെ. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് വളർത്തുമ്പോൾ കുറച്ചും കൂടി ഓമനിച്ച് വളർത്തുന്ന ഒരു സ്ഥിതി വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഇത് ബിഹേവിയറൽ പ്രോബ്ലത്തിലേക്ക് പിന്നീട് മാറരുത്. അപ്പോൾ അതുകൊണ്ട് പേരൻസ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ആരാണോ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് അവർ ഈ എന്താണ് കുട്ടി ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് കുട്ടിക്ക് കൊടുക്കണം. നമ്മൾ വളരെ പെർമിസീവായിട്ട് എല്ലാം അനുവദിച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭാവിയിൽ പിന്നെ കുട്ടി നോ പറയുന്ന ആരെങ്കിലും നോ പറഞ്ഞ് അത് കേൾക്കാൻ ബുദ്ധിമുട്ട് വരിക, പിന്നെ ഭയങ്കര വൈലൻ്റ് ആയിട്ട് പെരുമാറുന്ന രീതിയിലൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന്, പ്രത്യേകിച്ചും ഇത് പേരൻസ് തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്യണം. അവർക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുക. അത് ADHD ഉള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അമ്മ മാത്രമാണ് കുട്ടിയെ നോക്കുന്നതെങ്കിൽ അത് വലിയൊരു സ്ട്രെസ്സായിട്ട് അമ്മയ്ക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേരൻസ് രണ്ടുപേരും ഇത് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കുമ്പോഴേ അവരുടെ ഫാമിലിയിൽ മൊത്തത്തിലുള്ളൊരു ചേഞ്ച് വരും.
കാരണം കുട്ടിയുടെ ബിഹേവിയർ കൊണ്ട് അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും വളർത്തിയതിന്റെ ദോഷമാണെന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് രണ്ടുപേരും ഉത്തരവാദിത്തത്തോടെ ഒരു ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക കുട്ടിക്ക് വേണ്ടിയിട്ട്. കാരണം കുട്ടിക്ക് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് പഠിക്കേണ്ട കാര്യം ചിലപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് 1 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തെങ്കിൽ മാത്രമേ ഒരാൾക്കൊരു ബർഡൻ അല്ലാത്ത രീതിയിലേക്ക് ഇത് മാറുള്ളൂ. ഇപ്പൊ ഈ ADHD ആയാലും ലേണിംഗ് ഡിസബിലിറ്റി ആയാലും പലപ്പോഴും പറഞ്ഞ പോലുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ സൈഡിൽ നിന്നാണ് ഇത് വന്നത്, അല്ലെങ്കിൽ എന്റെ സൈഡിൽ നിന്നല്ല ഇത് വന്നത് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ ഈ ഒരു പ്രശ്നങ്ങളോടുള്ള പാരന്റ്സിന്റെ ഒരു സമീപനം എങ്ങനെ മാറിയിട്ടുണ്ടെന്നാണ് പ്രിയക്ക് തോന്നുന്നത്? അതോ കുട്ടികൾക്ക് അതൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണോ കൂടുതൽ പേരും കരുതുന്നതല്ലോ, അതോ ഇതിന്റെ ഒരു ബ്ലെയിം ആരുടെയെങ്കിലും മേലെ ഇടുന്നതാണോ കൂടുതലും കണ്ടുവരുന്നത്? ഈ ഫാമിലി പ്രോബ്ലം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ബ്ലെയിമിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് പോകുന്നത്. അവിടെ കുട്ടികളുടെ ഇമ്പ്രൂവ്മെന്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടുപേരും സോൾവ് ചെയ്ത ഫാമിലി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും രണ്ടുപേരും കൂടി അവരുടെ പ്രശ്നങ്ങൾ മാറ്റി വെക്കുന്ന രീതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടിക്ക് അത് ഇമ്പ്രൂവ്മെന്റ് വരും. കാരണം എങ്ങനെയാ ബിഹേവിയറിലുള്ള ട്രെയിനിങ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഇതിൽ വളരെ പ്രധാനമാണ്. കുട്ടി എന്ത് കണ്ടുപഠിക്കുന്നു ഇതെല്ലാം പ്രധാനം തന്നെയാണ്. ഇപ്പൊ ADHD ഉള്ള പല കുട്ടികളും പാരന്റ്സിനെ ഉപദ്രവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു കുട്ടികളെയും മറ്റുള്ള ആളുകളെയും ഒക്കെ ഈ ദേഷ്യത്തിന്റെ ഒരു പീക്കിൽ ഉപദ്രവിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? നമ്മൾ എത്രത്തോളം പറഞ്ഞു കൊടുത്താലും നേരത്തെ പ്രിയ പറഞ്ഞ പോലെ അവർ ഇന്റൻഷനലി ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ ആ ഒരു നിമിഷത്തിൽ അവർ ചിലപ്പോൾ അത്രയും വയലന്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. എങ്ങനെ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും? കുട്ടി ഇങ്ങനെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയെ കുറച്ചു നേരം നമ്മൾ മാറ്റി നിർത്തുന്നു, കുട്ടിയോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റൂമിന്റെ സൈഡിലേക്ക് കൊണ്ടുപോയി നമ്മൾ മാറ്റി നിർത്തുന്നു. ഒരു 5 മിനിറ്റ് സമയം നമ്മൾ അവനോട് മിണ്ടുന്നില്ല, അവൻ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാ തവണയും, ഒരു തവണയല്ല, എപ്പോഴൊക്കെ കുട്ടിയുടെ ബിഹേവിയറിൽ പ്രശ്നം വരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അപ്പോഴാണ് അവന് പുതിയ ഒരു കോൺസെപ്റ്റ് കിട്ടുകയുള്ളൂ. അതായത് ഞാൻ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താലേ എനിക്കും തിരിച്ച് മറ്റുള്ളവരിൽ നിന്ന് അത് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുള്ളൂ. ഇത് ഒരുപാട് ദിവസത്തെ ട്രെയിനിങ് ആണ്. ഇതിപ്പോൾ ഒരാഴ്ചയിൽ 5 ദിവസം എങ്ങനെ ചെയ്താൽ 5 തവണയും നമ്മൾ ഇത് തന്നെ ചെയ്യണം. ഒരു തവണ നമ്മൾ ചെയ്യുന്നു, അടുത്ത പ്രാവശ്യം വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും പറയുന്നു കുഞ്ഞല്ലേ പോട്ടെ, നമ്മൾ അവനോട് മിണ്ടാതൊന്നും ഇരിക്കണ്ട എന്ന് പറയുമ്പോഴത്തേനും ആ കുട്ടി നല്ലൊരു ബിഹേവിയർ പഠിക്കുന്നില്ല. അവിടെയാണ് ഈ എല്ലാവരും ഒരു ടീമായിട്ട് അവിടെയുള്ള ആളുകൾ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള ഒരു ടോയ് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. കുട്ടി ബഹളം വയ്ക്കും, ഉറപ്പായിട്ടും ബഹളം വയ്ക്കും, പക്ഷെ നമ്മൾ തല്ലുന്നത് എഫക്റ്റീവ് അല്ല. അതിനേക്കാളും നല്ല എടുത്ത് മാറ്റി വെച്ചു, അവന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും, ഇനി അത് കിട്ടണമെങ്കിൽ നല്ല ബിഹേവിയർ കാണിക്കണം. ഇതെല്ലാ തവണയും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാവും അതിന്റെ സീരിയസ്നെസ്. അത് ആ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള അവിടെ പ്രധാനം. പലപ്പോഴും ഈ അവസരങ്ങളിൽ കരച്ചിലും ഒരു വലിയ ആയുധമായിട്ട് കുട്ടികൾ എടുക്കാറുണ്ടല്ലോ. അപ്പൊ കരച്ചിൽ കാണുമ്പോൾ തന്നെ പലപ്പോഴും പാരന്റ്സിന്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ മനസ്സ് ഭയങ്കരമായിട്ട് അലിയുന്ന ഒരു പ്രശ്നവുമുണ്ട്. ഇത്തരത്തിലുള്ള കരച്ചിൽ ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ഈ കുട്ടികളെ എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും? ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം ഔട്ട് ആണോ അതിന്റെ ഒരു പരിഹാരം? എങ്ങനെ അവരെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും? കരഞ്ഞത് കൊണ്ടൊരു കാര്യം നേടിയെടുക്കാൻ സാധിക്കില്ല. ഇതുപോലെ ആ സമയത്ത് നമ്മൾ ഇഗ്നോർ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ അവർ കരയുന്നു, അല്ലെങ്കിൽ അവർ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ ഉള്ളത് വലിയൊരു പ്രശ്നമായി മാറാറുണ്ട്. പക്ഷെ അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. ചിലപ്പോൾ അവർ അരമണിക്കൂർ ആ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ വിശക്കുമ്പോൾ വരും. നമ്മൾ ഒത്തിരി അങ്ങ് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഒത്തിരി നമ്മൾ ആൻഷ്യസ് ആയാലും ഈ ബിഹേവിയർ പ്രോബ്ലം നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാവരും ആൻഷ്യസ് ആകുകയല്ല, അവർ ഇതിനെ ഒന്ന് എങ്ങനെയൊന്ന് ടീമായിട്ടൊന്ന് പ്രവർത്തിക്കലാണ് ഇതിൽ വേണ്ടത്. സൗമ്യ സുരേന്ദ്രൻ ചോദിക്കുന്നു, പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം ആണോ ഇങ്ങനെ വരാനുള്ള സാധ്യത? അതായത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ആണോ ADHD ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, പ്രഗ്നൻസിയിൽ, അതായത് ഈ പ്രസവ സമയത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഈ ബുദ്ധി കുറവ് പോലത്തെ അവസ്ഥയിലേക്ക് ചിലപ്പം പോകാൻ സാധ്യതയുണ്ട് ഇതിന് കോംപ്ലിക്കേഷൻ വന്നാൽ. പക്ഷേ ഇത് ADHD ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ളത് പാരമ്പര്യത്തിന്റെ ഒരു ഘടകമുണ്ട്, ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പഠന വൈകല്യത്തിൽ ചെറുപ്പകാലത്തിൽ കുട്ടി പഠിച്ചു വന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശരിയായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടാതെ പോയതും ഒക്കെ ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. അതുപോലെ ശ്രദ്ധക്കുറവ് നമ്മുടെ ഈ ഒരുപാട് TV വാച്ചിങ് അല്ലെങ്കിൽ ഫോൺ നോക്കുക പോലുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട്.
കൂടുതലും ഈ പറഞ്ഞ ഈ എന്താണ് ഗർഭിണിയായിരിക്കുന്ന സമയത്തെ കാര്യങ്ങൾ ഇമോഷണലി ഉള്ള പ്രോബ്ലത്തിലേക്കായിരിക്കും ചിലപ്പോൾ കുട്ടീനെ കൂടുതൽ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യത. ഈ അഡൽട്ട് ADHD കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഫോക്കസ് ഇല്ലായ്മ, അല്ലെങ്കിൽ പല കാര്യങ്ങളും മറന്നു പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പ്രധാന ഒരു കാരണം നേരത്തെ പ്രിയ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് യൂസ് ആയിരിക്കാം. അപ്പൊ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി അത് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും, അതിനോടൊരു അഡിക്ഷൻ പോലുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും അതിനെങ്ങനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും, ഫോക്കസും അല്ലെങ്കിൽ അറ്റൻഷനും ഒക്കെ കൂട്ടാൻ അഡൽട്ട്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഫോണിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഫോണിൽ തന്നെ ഇത് നമുക്ക് അറിയാമല്ലോ, എത്ര നേരം നമ്മൾ ഈ സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ, ടൈം നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മളതൊന്നും നോക്കാറില്ല. അതിൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും അത് വരിക. നമ്മൾ വിചാരിക്കും ജോലി സ്ഥലത്തല്ലേ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതെന്തായാലും കുറേ മണിക്കൂറുകളായിരിക്കും. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇൻറ്റൻഷനലി കുറച്ച് തീരുമാനം എടുക്കണം. അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും. പക്ഷെ പലരും പറയുന്ന റീൽസ് കണ്ടാണ് ഉറങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നല്ല ഉറക്കം വല്ല ശീലമായിപ്പോയി എന്ന് പറയും. പക്ഷെ ഇതൊക്കെ ഉറക്കത്തിനെ ബാധിക്കും. നമ്മൾ ഈ സ്ക്രീനിന്റെ വെട്ടം കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിൽ വരുന്ന ഫ്ലക്ച്വേഷൻ കൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉറക്കം നഷ്ടപ്പെടുന്ന പല പല ബിഹേവിയറൽ പ്രോബ്ലത്തിലേക്ക്, ഇമോഷണൽ പ്രോബ്ലത്തിലേക്കൊക്കെ നമ്മൾ നയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലത്. അതുപോലെ സമയം ഓരോ ആഴ്ച കഴിയുന്നതോറും കുറച്ചുകൂടെ കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മൾ നോക്കണം, നമുക്ക് അമിതമാകുന്നു എന്ന് നമുക്ക് തോന്നിയാൽ. അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ പോലുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. പലപ്പോഴും പലരും ഈ ഡൂം സ്ക്രോൾ എന്ന് പറഞ്ഞിട്ട്, അതായത് അവർക്ക് ടെൻഷനാണ് ആകപ്പാടെ ജീവിതത്തിൽ, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ലോകത്ത് നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളെ പറ്റി മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം ഇങ്ങനെ എപ്പോഴും വാച്ച് ചെയ്യുന്നതിൽ ഞാനൊന്നും മിസ് ചെയ്യുന്നില്ലല്ലോ, എല്ലാം ഞാൻ അറിയുന്നുണ്ടല്ലോ, എൻ്റെ പൈസയൊക്കെ സേഫ് ആണല്ലോ, എൻ്റെ ജീവിതം സേഫ് ആണല്ലോ, എനിക്കൊരു കുഴപ്പം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. റിലാക്സേഷൻ കിട്ടാൻ ഫോൺ തന്നെ അല്ലാത്ത രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ചു നേരം സമാധാനമായിട്ട് നമ്മൾ നേച്ചറിൽ സ്പെൻഡ് ചെയ്യാം, ബ്രീതിങ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം സ്പെൻഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളിലൂടെ കുറച്ചുകൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്താൽ നന്നായിരിക്കും. ഒരു മൈൻഡ്ഫുൾനെസ് എക്സസൈസ് എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നന്നായിരിക്കും. നമുക്ക് കുറച്ചു നേരം നമ്മുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് ഇരിക്കാനായിട്ട് പറ്റും. ഇത് തന്നെ പലരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. കാരണം ഒരു 2 ശ്വാസം എടുത്തു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ശ്രദ്ധ വേറെ എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. കഴിഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളും ഇന്ന് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ചിന്തയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി മൈൻഡ്ഫുൾ ആയിട്ട് മനസ്സിൽ വേണം എണ്ണ 1 തൊട്ട് 20 വരെ എണ്ണം. 1 എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 2 എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ആ കൗണ്ടിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 20 വരെയെങ്കിലും കൗണ്ട് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കണം. കാരണം അത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അതിൽ റീച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ സമയം കൂട്ടി വരുന്നത് പോലെ നോക്കാം. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രൗണ്ടിങ് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതായത് 5 4 3 2 1 എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു സാഹചര്യത്തിൽ ഇരിക്കുന്നു, നമുക്ക് ചുറ്റും കാണുന്ന 5 കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുക. നമ്മൾ പലപ്പോഴും ഈ ഫോണിൽ നോക്കുന്നതുകൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകൾ പോലും എന്താ ചെയ്യുന്നതെന്നോ ഒന്നും ചിലപ്പോൾ നമ്മൾ ഉണ്ടല്ലോ. അപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും 4 സാധനങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന സൗണ്ടുകൾ, നമ്മുടെ പുറത്ത് കേൾക്കുന്ന എന്ത് സൗണ്ട്, അതിൽ 3 എണ്ണം ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ടോ എന്ന് നോക്കുക, അതിൻ്റെ ടേസ്റ്റ് ശ്രദ്ധിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ കുറച്ചും കൂടി നമ്മൾ ഇരിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഫോക്കസ് ചെയ്യുകയാണ്. ഇപ്പോൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് പോലെയൊക്കെ ചെയ്യുക. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് വേണേൽ വേഗം അത് കഴിച്ചിട്ട് നമുക്ക് ഓടിപ്പോവാം, അല്ലെങ്കിൽ അതിനെ രുചി അറിഞ്ഞ് വളരെ സമാധാനത്തോടെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. അതൊക്കെ കുറച്ചും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അതിനൊക്കെ കുറെ അധികം പ്രാക്ടീസ് വേണ്ട പോലെയാണെന്ന് തോന്നുന്നു. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ ഒന്നും ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മിക്കപ്പോഴും തോന്നുന്നു ഒരു ADHD-യുടെ ഒരു അഡൽട്ട് ADHD-യുടെ പ്രധാന ലക്ഷ്യമായിട്ട് നമുക്ക് തോന്നുന്നത് എപ്പോഴും വയർഡാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊന്നും ചെയ്യാത്തത് പോലെയും നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളത് പലപ്പോഴും മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, മൈൻഡ്ഫുൾ ആയിട്ടൊരു കാര്യം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പൊ കുട്ടികളിൽ ADHD ഉള്ള ഒരു കുട്ടിയുടെ ഒരു ദിനചര്യ നമുക്ക് എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടിയുടെ ഇതില് ഉൾപ്പെടുത്തേണ്ടത്? പലപ്പോഴും പറയാറുണ്ട് ഒരു ഷുഗർ കുറയ്ക്കണം, അല്ലെങ്കിൽ ഷുഗർ റഷ് ഉണ്ടാക്കാത്ത രീതിയിൽ കുട്ടികളുടെ ഭക്ഷണത്തിൽ മധുരത്തിന്റെ അളവ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, അത് മിക്കപ്പോഴും എനർജിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഒരുപാട് എനർജി ഉണ്ടല്ലോ. അപ്പൊ ഷുഗർ ഒരു
ഒരുപാട് കഴിക്കുമ്പോൾ എനർജി പിന്നെയും കൂടുന്ന ഒരു അവസ്ഥ. പക്ഷെ അത് ഒരു പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു മേജർ കാര്യമല്ല. അത് നമുക്ക് ട്രൈ ചെയ്ത് വേണമെങ്കിൽ നോക്കാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ഈ ബിഹേവിയർ ട്രെയിനിങ്ങും കുട്ടിയുടെ എൻവയോൺമെന്റ് നമ്മൾ പുതിയ രീതിയിലേക്ക് മാറ്റുന്നതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടിയുടെ റൂമിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അടുക്കി പെറുക്കാതെ വെറുതെ നിരത്തി വെക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കുട്ടിക്ക് ഒന്നാമത് ഫോക്കസ് കുറവാണ്. ഇപ്പൊ അവൻ പഠിക്കുന്ന ടേബിളിൽ ഒരുപാട് സാധനങ്ങൾ വെച്ച് അവൻ അതിലേക്കെല്ലാം ശ്രദ്ധിച്ച് അവന്റെ ഫോക്കസ് പോകും. അപ്പോൾ മിനിമം സാധനങ്ങൾ നമ്മൾ വെക്കാനും ആവശ്യമുള്ളത് മാത്രം വെക്കുക, റിമൈൻഡേഴ്സ് വെക്കുക, അല്ലെങ്കിൽ ഒരു ചാർട്ട് പോലെ എഴുതി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം ആ കുട്ടിക്ക്. ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ വീട്ടിൽ സീരിയൽ വെക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സൗണ്ടിന്റെ ഇടയിൽ ഇരുന്ന് ആ കുട്ടിയോട് നമ്മൾ വഴക്ക് പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞാൽ കുട്ടിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വിൻഡോയുടെ അടുത്തിരിക്കുന്നു, പുറത്തൂടെ പോകുന്ന എല്ലാ കാര്യങ്ങളിലേക്കും കുട്ടിയുടെ ശ്രദ്ധ പോകും. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ലിമിറ്റ് ചെയ്ത് എന്താണെങ്കിലും വെക്കണം. അതുപോലെ എല്ലാ ദിവസവും ഒരു റുട്ടീൻ ഉണ്ടാവണം. അവന് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം ഇതാണ് വരാൻ പോകുന്നതെന്ന്. അല്ലെങ്കിൽ ഇവർക്ക് സാധാരണ ആളുകൾക്ക് തന്നെ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികൾ വളരെ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗെയിമുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പോൾ പല ബോർഡ് ഗെയിംസ് അല്ലെങ്കിൽ ചെസ്, ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട തരം ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിൽ നമുക്ക് എന്തൊക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഈ പറയുന്ന ബോർഡ് ഗെയിംസ്, കാർഡ് ഗെയിംസ്, ഇതെല്ലാം തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ സ്നേക്ക് ആൻഡ് ലാഡർ പോലുള്ള കളി തന്നെ മതി. സിമ്പിൾ ആണെങ്കിലും ആ കുട്ടി കുറച്ച് സമയം അവിടെ ഫോക്കസ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, കീബോർഡ് പോലുള്ളതൊക്കെ നമുക്ക് പഠിപ്പിക്കാം. അതെല്ലാം കുട്ടിയുടെ ഫോക്കസ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ചെല്ലുന്ന ഉടനെ ഒരു എഫക്റ്റീവ്നെസ് ചിലപ്പോൾ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്നില്ല. നമ്മൾ കുറച്ചും കൂടി സമയം അനുവദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പതുക്കെ അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. ഈ ഫോൺ നമ്മൾ സമയം നോക്കാതെ കൊടുക്കല്ല, ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതൊരു ഇങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇമ്പ്രൂവ്മെന്റ് വരുന്ന ഒരു കാര്യം ചെയ്തതിന് ശേഷം ഫോൺ അനുവദിക്കുക, റിവാർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നാറുണ്ടോ? കാരണം കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കുട്ടികളാണെങ്കിൽ പലപ്പോഴും വായിക്കാൻ പറ്റണമെന്നില്ല, അവർക്ക് അത്രയും അത് കോംപ്രഹെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അതിന് പകരം പാരന്റ്സിന് കുട്ടികൾക്ക് പുസ്തകം വായിച്ചു കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. പുസ്തകം വായിച്ചു കൊടുക്കുക, അപ്പോഴും ആ ഒരു ഫോക്കസ് ആവശ്യമാണല്ലോ. അതുപോലെ അവർക്ക് പിക്ചേഴ്സ് ഒരുപാടുള്ള കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലത്തെ ബുക്കുകൾ കൊടുത്താലായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവർക്ക് വായിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ലെവലിൽ, ഇപ്പോൾ 1ാം ക്ലാസ്സിലെ ലെവലിലാണ് അവൻ പറ്റുന്നതെങ്കിൽ അവനിപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, അവന് പറ്റുന്ന രീതിയിലുള്ളത് കൊടുക്കുക, വായിക്കാനായിട്ട്, വായന ഇമ്പ്രൂവ് ചെയ്യാൻ. അല്ലെങ്കിൽ പടങ്ങളൊക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഈ മത്സര പരീക്ഷകളുടെയും ഗ്രേഡുകളുടെയും റാങ്കുകളുടെയും ഒക്കെ ഒരു കാലം കൂടിയാണല്ലോ. പലപ്പോഴും പരീക്ഷകൾ ചിലപ്പോൾ ഈ കുട്ടികൾ അത്രത്തോളം ഒരു സ്കോർ ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു റാങ്കിങ് അത്രയും മുന്നിലായിരിക്കണം എന്നില്ല. അപ്പൊ അവർക്ക് സാമൂഹികമായിട്ടും ഈ പാരന്റ്സിന് ഇത് വലിയൊരു സമ്മർദ്ദമായി മാറുന്നുണ്ട്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് പാരന്റ്സ് കുറച്ചുകൂടി ഇതൊരു ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് അവർക്ക് മാറാൻ സാധിക്കുന്നത്? ഇപ്പൊ പലരും ചോദ്യങ്ങൾ ചോദിക്കാം, എന്റെ കുട്ടിക്ക് ഇത്രാമത്തെ ഗ്രേഡ് ഉണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. ഇത്തരം ചോദ്യങ്ങളോടൊക്കെ എങ്ങനെ അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് പ്രതികരിക്കാൻ സാധിക്കും? ഇത് നമ്മളെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും പറയുവാണോ അല്ലയോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും അവരുടെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കുമല്ലോ ഈ പറയുന്നത്. അവർക്ക് ചിലപ്പോൾ നമ്മളെ ഒന്ന് കുറവായിട്ട് കാണുമ്പോഴായിരിക്കും അവർക്കൊരു സമാധാനം കിട്ടുന്നത്. അങ്ങനെ കുറച്ചുകൂടെ നമ്മളൊന്ന് ലോജിക്കലായിട്ടും കൂടി ഇത് ചിന്തിക്കണം. നമ്മുടെ കുട്ടിക്കുള്ള പല കഴിവും ചിലപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ചില കുട്ടികളുടെ അവർക്ക് ഐക്യു കുറവായിരിക്കും. അവരുടെ അമ്മമാർ പറയും, എനിക്ക് വയ്യാതെ കിടക്കുമ്പോൾ ഈ കുട്ടിയാണ് നോക്കുന്നത്, ഇവനെക്കാളും നല്ല ബുദ്ധിയുള്ള എൻ്റെ മൂത്ത മകനുണ്ട്, അവൻ എന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഇവനാണ് നോക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ആ ബുദ്ധി മാത്രമല്ലല്ലോ ഒരാളുടെ, അല്ലെങ്കിൽ പഠനത്തിലുള്ള കഴിവ് മാത്രമല്ല, ഒരാളുടെ ബിഹേവിയറിലുള്ള ക്വാളിറ്റീസും ഒക്കെ വളരെ പ്രധാനമാണ്. ഒരു കമ്പാഷനേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരു കുട്ടിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവർക്ക് ഈ എഴുതുന്ന പരീക്ഷയ്ക്ക് തന്നെയല്ലേ, ഇവർക്ക് വൊക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പഠിപ്പിക്കാം. ഇപ്പം മെക്കാനിക്കൽ സ്കിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാം. നമ്മൾ ഈ ആടുതോമ സിനിമയിലെ പോലെ മാത്സ് പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് ആളുടെ അടുത്ത്. അവസാനം വലിയ വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോയി ആളുടെ സ്വഭാവമൊക്കെ. അപ്പൊ അതേസമയം മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രാധാന്യം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ആ രീതിയിലേക്ക് കുട്ടി മാറിയേനെ. പല ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് മെക്കാനിക്കൽ സ്കില്ലും ഒക്കെ ഇവർക്കുണ്ട്. ഇവർ വളരെ നിമിഷ നേരം കൊണ്ട് പല കാര്യങ്ങളും സോൾവ് ചെയ്യാനും ഒക്കെ അവർക്ക് കഴിവുണ്ട്. അത് വെർബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എഴുതേണ്ട കാര്യങ്ങളിലോ അല്ല,
അല്ലാതെയുള്ള സ്കില്ലാണ്, പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ ചില കുട്ടികളിൽ നമ്മൾ കാണാറുണ്ടല്ലോ, ഇപ്പൊ ചില വിഷയങ്ങളിൽ അവർക്ക് ഒട്ടും അവര് പഠിച്ചെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ചിലർക്കാണെങ്കിൽ ലാംഗ്വേജ് ആയിരിക്കാം. അപ്പൊ മറ്റു വിഷയങ്ങളിലൊക്കെ അവർക്ക് നല്ല മാർക്കും അല്ലെങ്കിൽ അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ആണോ? എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക? ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ കണക്കോ ഒന്നും അല്ല ഇവരുടെ പ്രശ്നം, ചില വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും? ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം 2 ക്ലാസ് താഴെയുള്ള രീതിയിൽ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. അതും പറ്റുന്നില്ല, അതിൽ 2 ക്ലാസ്സിനും താഴെയാണെങ്കിലാണ് ലേണിംഗ് ഡിസബിലിറ്റി. അല്ല 1 ക്ലാസ് പിന്നോട്ടാണെങ്കിൽ നമ്മൾ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയും. അത് നമുക്ക് കുറച്ചൊരു ട്രെയിനിങ് കൊടുത്താൽ അതങ്ങ് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആകാനുള്ളതേ ഉള്ളൂ. അപ്പം ഈ കുട്ടി എന്തുകൊണ്ടാണ്, ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടമില്ലായ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് പ്രഷർ കൊടുക്കുന്നത് ചിലപ്പം വിഷയമാകുമായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴോ ഒരു കുറച്ച് മാർക്ക് കിട്ടി, കുറവാണ് കിട്ടിയത്, ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയൊക്കെ ആവാം ഇവരെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും അവരെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ചുകൂടെ പ്രോത്സാഹനം നമ്മൾ അതിൽ കൊടുക്കണം. പലപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് അവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഗെയിമുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കളിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. ഇത്തരത്തിലുള്ള എക്സ്പോഷർ ഈ ADHD സിംറ്റംസ് കൂടുതൽ വേഴ്സൺ ആക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? അതിന് നമുക്ക് റെസ്ട്രിക്ഷൻ വെക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻ വെക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് പാരന്റ്സിന്. കാരണം അവരുടെ ബാക്കി കുട്ടികൾ, ഫ്രണ്ട്സ് എല്ലാവരും ഇത് കളിക്കുന്നുണ്ടാകും, എനിക്ക് മാത്രം ഇത് പറ്റുന്നില്ല എന്നുള്ളൊരു റിബൽ നേച്ചർ കുട്ടികൾക്ക് വരാം. ഇത്തരത്തിലുള്ള ഗെയിമുകളുടെയൊക്കെ ഒരു എക്സ്പോഷറിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അല്ല, ഓൾറെഡി ഇപ്പോൾ എടുത്തുചാട്ടം ഒക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ഇങ്ങനെ വയലന്റ് ഗെയിമുകൾ കൂടുതൽ കാണുമ്പോൾ അതുപോലെ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ സിനിമകൾക്ക് പോലും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, നമ്മളെ പോലും ADHD ഉണ്ടാവണമെന്നില്ല, ആർക്കും ഇതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷേ അതൊരു സമയം വെച്ചിട്ട് വേണം നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കാൻ. ഇപ്പൊ മറ്റൊരു കുട്ടിയുടെ പേരൻസ് ചിലപ്പോൾ വളരെ പെർമിസീവായിട്ട് കുട്ടിക്ക് ഇഷ്ടമുള്ള എല്ലാം സാധിച്ചു കൊടുക്കുന്നവരായിരിക്കും, പക്ഷെ അത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുട്ടിയെ ഇരുത്തി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും, നമ്മുടെ ഉദ്ദേശം എന്താണ്, ഞങ്ങൾ വഴക്ക് പറയാനല്ല, അല്ലെങ്കിൽ നിന്നെ പണിഷ് ചെയ്യുന്നവരല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ ഉദ്ദേശം ഇതാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ബന്ധം നമ്മൾ ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കിയാലേ അവർ ലിസൺ ചെയ്യാനും തയ്യാറാവുകയുള്ളൂ. ഈ ADHD ഉള്ള എല്ലാ കുട്ടികളും വളരെ ക്രൂരമായിട്ട് പെരുമാറും അങ്ങനെയൊന്നുമല്ല. ചില കുട്ടികൾക്ക് അറ്റൻഷൻ പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾ അറിയാതെ പെട്ടെന്ന് എടുത്തിയാടി പ്രവർത്തിച്ചതിന് ശേഷം അവർക്ക് ഒരു ചെയ്തത് ശരിയായില്ലെന്നുള്ള അവയർനെസ് ഉള്ള കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എല്ലാം നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല, ഒരു നമ്മൾ നോക്കിയും ഒക്കെ പ്ലാൻ ചെയ്തേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ചില പാരന്റ്സ് പറയാറുണ്ട് പ്രിയ, എന്ന് വെച്ചാൽ കുട്ടികളെ എല്ലാത്തരം കാര്യങ്ങളോടും എക്സ്പോസ്ഡ് ആക്കുന്നതാണ് അവരുടെ ഭാവിയിലുള്ള ലോകത്തിന് നല്ലത് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ADHD ഉള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലുള്ള വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള എക്സ്പോഷർ കുറയ്ക്കുകയല്ലേ ശരിക്ക് വേണ്ടത്, അതോ അവരോട് അതിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി എക്സ്പോഷർ തെറാപ്പിയിലൂടെയൊക്കെ കൂട്ടുന്നത് പോലുള്ള കാര്യങ്ങളാണോ നല്ലത്? പലപ്പോഴും ആളുകൾക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ്. നമ്മൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് കുട്ടിയെ വളരെയധികം ക്യൂറേറ്റഡ് ആയി പ്രൊട്ടക്റ്റഡ് ആയിട്ടൊരു സ്ഥലത്ത് നിർത്തുന്നതാണോ ആ കുട്ടിയുടെ ഫ്യൂച്ചർ നല്ലത്, അതോ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ സിനിമകൾ, വയലൻസ് സിനിമകൾ കുട്ടികൾ കാണുന്നത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന പാരന്റ്സും ഒരുപാടുണ്ട്. കുട്ടികൾ കാണട്ടെ, അതൊക്കെ തന്നെയല്ലേ ലോകത്ത് നടക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ കുട്ടികളുടെ ഒരു കണ്ടന്റ് എക്സ്പോഷറിനോട് പ്രിയയുടെ ഒരു അഭിപ്രായം? അല്ല, എല്ലാത്തിനും നമ്മളൊരു മിതത്വം വെക്കണം. ഒന്നും ഓവറായി കഴിയുന്നത് നമുക്ക് അത്ര നല്ലതാവില്ല. ഈ എക്സ്പോഷർ തെറാപ്പിക്ക് ഒത്തിരി പേടിയുള്ള കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ആളുകളെ ഫേസ് ചെയ്യാൻ പേടിയുള്ള കുട്ടിയാണെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ളതാണല്ലോ ആളുകളെ ഫേസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ കുട്ടിയെ അതിന് റെഡിയാക്കുക. അല്ലാതെ ഇപ്പൊ വയലൻസ് കാണിക്കാൻ നമ്മൾ ഒരാളെ എക്സ്പോസ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലല്ലോ സമൂഹത്തില്. അപ്പൊ എന്താണ് സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ആ കാര്യങ്ങളിൽ എക്സ്പോഷർ കൊടുക്കുക. ആവശ്യമില്ലാത്തതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക മാത്രമല്ല നമുക്ക് സൊസൈറ്റിയെയും ബെറ്റർ ആക്കാനായിട്ട് പറ്റുള്ളൂ. ശരിതെറ്റുകളിൽ നിന്ന് പഠിക്കാം, പക്ഷെ ബേസിക്കലി അങ്ങനെ ഒരു ഇപ്പോൾ സ്വഭാവ വൈകല്യമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ടോ അങ്ങനെ വന്നവരുണ്ട്. അനുസരണയില്ലാത്ത അല്ലെങ്കിൽ കുറ്റബോധം ഇല്ലാത്ത കുട്ടികളുണ്ട്. ഇവരെ നമ്മൾ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എക്സ്പോസ് ചെയ്ത് അവർ അതുപോലെ കോപ്പ് ചെയ്യാനായിട്ടും അവരുടെ വയലൻസ് കൂടാനായിട്ടും വളരെ സാധ്യതയുണ്ട്.
ബേസിക്കലി ഒരു ആളുകളോട് എമ്പതിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇത് കാണുമ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരും. പക്ഷെ അത് ഏത് കുട്ടിയാണ്, എന്ത് സ്വഭാവമാണെന്നുള്ളത് കൺസിഡർ ചെയ്ത് വേണം നമ്മളത് കൊടുക്കാനായിട്ട്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നിലധികം കുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു കുട്ടിക്കായിരിക്കും ADHD അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത്, മറ്റു കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ കുട്ടികൾക്കിടയിൽ ഉള്ള പാരന്റിങ് ഡിഫറൻസസ് ചിലപ്പോൾ കുട്ടികൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പാരന്റ്സിന് തന്നെ എങ്ങനെ ഇപ്പോൾ ഈ കുട്ടിയോട് എങ്ങനെ പെരുമാറും, ആ കുട്ടിയുടെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം നമ്മൾ അവരിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ വേറെ 2 കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് പാരന്റ്സിന് ഡീൽ ചെയ്യാൻ പറ്റും? അല്ല, അവിടെയാണ് ആ പേരൻസ് രണ്ടുപേരും ചേർന്ന് അവിടെ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഒരാൾ മാത്രം ചെയ്തെങ്കിൽ ഒരിക്കലും ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാരണത്തിന്റെ പേരിൽ 2ഓ 3ഓ കുട്ടികളുണ്ട്, ഇവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേരൻസ് ഉണ്ട്. എസ്പെഷ്യലി അമ്മമാർ അങ്ങനെ ഉണ്ട്. അത് 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 ബാലൻസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും രണ്ടുപേരും കൂടെ ചേർന്നാലേ പറ്റുള്ളൂ. പിന്നെ മറ്റേ കുട്ടിയെ പോലെ ഒരിക്കലും ആവില്ല. കാരണം പല പേരൻസും വിചാരിക്കുന്നത് എൻ്റെ മൂത്ത ആളിൽ രണ്ടാമത്തെ ആൾ വളരെ ശാന്തതയുള്ള ആളാണ്, എന്തുകൊണ്ടാണ് മറ്റേ ആൾ അങ്ങനെ അല്ലാത്തത്. അത് അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. ആ കുട്ടി ആവില്ല ഒരിക്കലും. അപ്പം എക്സ്ട്രാ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പലപ്പോഴും പറയുന്ന പിള്ളേരൊക്കെ തന്നെ അങ്ങ് വളർന്നുള്ളൂ, അതൊന്നും കുഴപ്പമില്ല, നമ്മളൊന്നും അറിയേണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ഓരോ കുട്ടികൾക്കും അവരുടേതായ സമയം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോയാൽ മാത്രമേ പറ്റുള്ളൂ. ആ കുട്ടിക്ക് കൂടുതൽ സമയം നമ്മൾ കൊടുക്കേണ്ടി വരും. ആ കമ്പാരിസൺ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. മറ്റേ ആളെ പോലെ ആവില്ല, ഒരിക്കലും ആവില്ല. പക്ഷേ അവൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ചെയ്യേണ്ടത്. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള പാരന്റ്സ് ചികിത്സയോട് എങ്ങനെ നേരിടണം എന്നാണ് പ്രിയക്ക് പറയാനുള്ളത്? പലരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് പലപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് അത്തരത്തിലുള്ള പാരന്റ്സിനോട് പ്രിയക്ക് പറയാനുള്ളത്? അതായത് എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ വലുതായി കഴിയുമ്പോൾ ഈ കുട്ടി ശരിയായിക്കോളും എന്ന് വിശ്വസിച്ചിരിക്കുന്ന പാരന്റ്സിനോട് എന്താണ് പറയാൻ? അല്ല, നമുക്കൊരു പനി വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതങ്ങ് ശരിയായിക്കോളും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. നമ്മളതിൻ്റെ കോൺസിക്വൻസ് ചിന്തിക്കും. ചെറിയ പനിയാണെങ്കിൽ പോലും നമ്മളത് വറി ചെയ്യും, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകും. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തം ഇതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുമോ, നമുക്കൊരു പെയിൻ വന്നാൽ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുമോ, അതുപോലെ തന്നെ മനസ്സിൻ്റെ കാര്യത്തെ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. ഇപ്പോഴൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്ട്രെസ് ആണെന്ന് പറയാൻ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഈ പുതിയ ജനറേഷനൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പണ്ടുള്ള ആൾക്കാർക്കാണ് സ്ട്രെസ്സിനെ അതൊരു എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ADHD വീക്ക്നെസ് ആയിട്ട്, എന്തോ വലിയൊരു മാനസിക രോഗമായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന പോലത്തെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അതിലൊക്കെ പതുക്കെ മാറ്റം വരുത്തണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ ഏകദേശം എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കുറച്ചു പേരൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, നമ്മൾ അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും കുറച്ചുകൂടി ശ്രദ്ധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചില പ്രശ്നങ്ങൾക്ക് നേരത്തെ തന്നെ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രിയ പറയുന്നത്. പ്രിയയുടെ സർവീസ് ആർക്കെങ്കിലും എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രിയയുടെ ഫോൺ നമ്പറും ക്ലിനിക്കിന്റെ അഡ്രസ്സും താഴത്ത് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രിയയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ADHD, ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയ വിഷയങ്ങൾ മാത്രമല്ല, മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് പ്രിയ വർഗീസ്. അപ്പോൾ ഇന്നിവിടെ എത്തിയതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും വളരെയധികം നന്ദി പ്രിയ. ഇനി നമുക്ക് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ലൈവിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.